റോട്ടറിയുടെ ഒരു വീട് എറണാകുളത്ത് മിസ്റ്റർ പേര് രമേശ്, അവിടുത്തെ ഡിസ്ട്രിക്ട് ഗവർണറാണ്, ഡോക്ടറാ. പുള്ളി ഒരു വീട് എറണാകുളത്ത്. അപ്പം ഇവിടുത്തെ റോട്ടറിക്ക് പരിഗണിക്കാം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതാ. ഞാൻ പറഞ്ഞിട്ടാ ഇവിടുത്തെ റോട്ടറിക്ക് പരിഗണിക്കാം. അല്ല, സാറ് നമ്മുടെ മെമ്പറല്ലേ? അതാ നമ്മുടെ ഇന്നത്തെ ദിവസം അറിയാം, നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രമാണിച്ച് റോട്ടറി ഇന്നൊരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം, നമ്മുടെ ഒരു ബൈക്ക് റാലി, അത് പ്രത്യേകിച്ച് SP ക്ലബ്ബുമായിട്ട് സഹകരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അതിന് പ്രിയപ്പെട്ട MLA ഈ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വാക്ക് പ്രസിഡന്റ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പീപ്പിൾ റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഓപ്പോള്, അതുപോലെ നമ്മുടെ ബിൽഡിംഗ് ഇമേജ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥമാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ രണ്ട് പരിപാടികളുടെ സംയുക്തമായിട്ട് നമ്മൾ നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മുടെ ക്ലബ് മെമ്പറും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടിമൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട റോട്ടറിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഇന്ന് റോട്ടറി വലിയ ഒരു മുന്നേറ്റമായി സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാനവീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവരാശിയെ സേവിക്കണമെന്നുള്ള ആശയവുമായി മുന്നോട്ട് പോകുന്ന റോട്ടറിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇത് നമുക്ക് ചെറിയൊരു കാര്യമാണ്. നമ്മൾ ബൈക്ക് എടുക്കുന്നു, പോകുന്നു, കൊടിവെച്ച് പോകുന്നു. 100 വർഷം മുമ്പ് ഇവരെ അനുവദിക്കുന്ന സാഹചര്യമില്ല. ഇങ്ങനെ കൊടി പോലും പിടിക്കുവാനുള്ള അവകാശമില്ലാത്ത രാജ്യത്ത് നിന്ന് നമുക്ക് വേണ്ടി ജീവൻ സാക്രിഫൈസ് ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന, ശാശ്വതമായ സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് വരുന്ന തലമുറകൾക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പ് നമുക്ക് കൊടുക്കാം. അതിന് ഈ ഒരു ബൈക്ക് റാലി ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഇതിനെ ഫ്ലാഗ് ഓഫ്. Yeah.